അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തഖ്വയുള്ള മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമേ എന്ന മിമ്പറിൽ നിന്നുള്ള വസിയ്യത്ത് ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. തൊഴിലിടങ്ങളിലും യാത്രാവേളകളിലും, എന്തിനേറെ സ്വന്തം വീട്ടിനുള്ളിൽ പോലും സ്ത്രീകൾ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. ഏത് നിമിഷവും ആരാലും സ്ത്രീകൾ ആക്രമിക്കപ്പെടാം എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഇന്ത്യയിൽ ഓരോ 3 മിനിറ്റിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു എന്നാണ് നാഷണൽ ക്രൈം ബ്യൂറോയുടെ റിപ്പോർട്ടിലുള്ളത്. ഇത് തടയാൻ ഇവിടെ ഒരുപാട് നിയമങ്ങൾ നിലവിലുണ്ട്. എന്നാൽ ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടി പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ നിയമങ്ങൾ പീഡനം തടയാൻ പര്യാപ്തമല്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സന്ദർഭത്തിലാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമങ്ങൾ ഏറെ പ്രസക്തമാകുന്നത്. വിശുദ്ധ ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. പ്രകൃതി വിരുദ്ധ നിയമങ്ങൾ ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതും പ്രകൃതിക്കിണങ്ങുന്നതുമാണ്. ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ വിധിക്കും മുമ്പ് ആ കുറ്റകൃത്യം ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. അതില്ലാതാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ നടപ്പിലാക്കരുത് എന്ന് കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ പട്ടിണി കിടന്ന് വിശന്നിട്ട് മോഷണം നടത്തിയ ആളുടെ കൈ മുറിക്കരുത് എന്നാണ് ഉമറുൽ ഖത്താബ് കൽപ്പന ഉറപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദ്റഉൽ ഹുദൂദ ബിശ്ശുബ്ഹാത്ത്, ഇസ്ലാമിലെ ഹദ്ദുകളെ, നിയമ നടപടികളെ ശുബ്ഹത്തുകൾ കൊണ്ട് നിങ്ങൾ തടയുവീൻ. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ കാര്യങ്ങൾ, അവസ്ഥകൾ ഒക്കെ, അതുപോലെ തന്നെ ഉള്ള അവസ്ഥകളുണ്ടെങ്കിൽ ഹദ്ദുകൾ നടപ്പിൽ വരുത്താൻ പാടില്ല, നിയമ നടപടികൾ അത്തരം ആളുകൾക്കെതിരെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. വ്യഭിചാരത്തിനും സ്ത്രീ പീഡനത്തിനും കടുത്ത ശിക്ഷയാണ് ഇസ്ലാം നൽകുന്നത്. വിവാഹിതനായ വ്യഭിചാരിക്ക് വധശിക്ഷയാണ് ഇസ്ലാമിൻ്റെ നിയമം. അവിവാഹിതനായ ആൾക്ക് 100 അടിയും 1 വർഷക്കാലം നാട് കടത്തലുമാണ് ശിക്ഷ.
പക്ഷേ അത് നടപ്പിലാക്കും മുമ്പ് അതിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യങ്ങളും അവസരങ്ങളും ഇല്ലാതാക്കണം എന്നാണ് ഇസ്ലാമിലെ നിയമം. 17-ാം അധ്യായം സൂറത്ത് ഇസ്രായേൽ 32-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷ. വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കരുത്, കാരണം വ്യഭിചാരം നീചമായ നികൃഷ്ടമായ പ്രവർത്തനമാണ്. സൂറത്ത് അന്നാമിൽ അള്ളാഹു പറയുന്നു 151-ാമത്തെ വചനത്തിൽ, വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിന്നാ വമാ ബതൻ. നീചവൃത്തികളെ നിങ്ങൾ സമീപിക്കരുത്, മാ ലഹറ മിന്ന അതിൽ നിന്നും പ്രത്യക്ഷമായതാവട്ടെ, വമാ ബതന പരോക്ഷമായതാവട്ടെ, ഒരു തരത്തിലുള്ള നീചവൃത്തികളെയും നിങ്ങൾ സമീപിക്കരുത്. ഇവിടെ തഖ്റബു സമീപിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയതലം വളരെ വിശാലമാണ്. കാരണം വ്യഭിചരിക്കരുത് അല്ലെങ്കിൽ നീചവൃത്തികൾ ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം അതിനോട് അടുപ്പിക്കുന്ന, അതിനെ സമീപിക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ വ്യഭിചാരത്തിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് ഇവിടെ ഇസ്ലാം പറയുന്നത്. ഹറാമായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ ദർശനം, അവർ തമ്മിലുള്ള സംസാരം, അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുന്നൊരവസ്ഥ, മാന്യമായ വേഷം ധരിക്കാതെ സ്ത്രീ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. ഇതെല്ലാം തന്നെ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഇസ്ലാം നിർദ്ദേശിക്കുന്ന സദാചാരനിഷ്ഠമായ ഒരു ജീവിതം നിലവിൽ വരുവാനും വ്യഭിചാരം പോലെയുള്ള നീചവൃത്തികൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാവുവാനും അതിൻ്റെ മുന്നൊരുക്കമായി ഇസ്ലാം നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, അത് ഒന്ന് പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാണ്. അതിലൊന്നാമതായി പറയുന്നത് പരസ്പരമുള്ള ദർശനത്തിൽ നിയന്ത്രണം പാലിക്കണം. അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം കാണുന്നതിലും ദർശനത്തിലും നിയന്ത്രണം പാലിക്കണമെന്നുള്ള വളരെ വ്യക്തമായ നിർദ്ദേശമാണ് ഇസ്ലാം ഈ വിഷയത്തിൽ നൽകുന്നത്. പരസ്പരം ദുരുദ്ദേശത്തോടു കൂടിയുള്ള ദർശനങ്ങളാണ് ഏതൊരു അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെയും തുടക്കം എന്നാണ്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പര ദർശനത്തിൽ ചില നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒരു അന്യ സ്ത്രീയെ ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ അന്യ സ്ത്രീകളുമായി അനിവാര്യമായി ഇടപെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഒരു നോട്ടം പാടില്ല. ദൃഷ്ടികൾ താഴ്ത്തിക്കൊണ്ട് വിശ്വാസികൾ മാന്യത പാലിക്കണം. 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 30-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നു, ഖുലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. പ്രവാചകരെ, സത്യവിശ്വാസികളോട് താങ്കൾ പറയണം, എന്താണ് പറയേണ്ടത്? യഗ്ളൂ മിൻ അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ, അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തണം. അനാവശ്യമായ മോശമായ കാര്യങ്ങളിലേക്ക് അവർ നോക്കാൻ പാടില്ല. വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സൂക്ഷിക്കുകയും വേണം. ഗള്ളുൽ ബസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി താഴ്ത്തുക എന്നുള്ളതിനും സംസാരം താഴ്ത്തുക എന്നുള്ളതിനും അത് ഉപയോഗിക്കുന്നുണ്ട്. ഗള്ളുൽ മിൻ സൗത്തിക, ലുഖ്മാനുൽ ഹക്കീം തന്നെ മകൻ ഉപദേശിക്കുന്നുണ്ട്, സൗണ്ട് നീ താഴ്ത്തണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൃഷ്ടികൾ താഴ്ത്തണം എന്നാണ്. തനിക്ക് കാണാൻ പാടില്ലാത്ത ആളെയോ വസ്തുവിനെയോ കണ്ടാൽ ദൃഷ്ടികൾ പിൻവലിക്കുന്നതിനെയാണ് ഗള്ളുൽ ബസർ എന്ന് പറയുന്നത്. ഇത്തരം സന്ദർഭത്തിൽ സത്യവിശ്വാസികൾ മാന്യത പുലർത്തണം. എന്നിട്ട് പറയുന്നത് ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. അതാണ് അവരുടെ മനസ്സിനും അവർക്ക് മാനസികമായി വളരെ പരിശുദ്ധി തോന്നുന്ന കാര്യം. എന്താണ്? അനിയന്ത്രിതമായി ദുരുദ്ദേശത്തോടു കൂടി അന്യ സ്ത്രീകളെ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോട്ടം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അവൻ്റെ മനസ്സ് എന്താവുക, മനസ്സ് തെറ്റിലേക്ക് വഴുതി വീഴാതെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഇസ്ലാമിൽ ചെറിയൊരു കാര്യം പോലും നിയന്ത്രിക്കുന്നത്. നമുക്ക് തോന്നാം, ഒന്ന് നോക്കിപ്പോയാൽ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് തോന്നിപ്പോവാം. എന്നാൽ ആ ദുരുദ്ദേശത്തോടെയുള്ള നോട്ടമാണ് ഇവിടെ വിരോധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹജ്ജത്തുൽ വിദായിൽ ഉണ്ടായ ഒരു സംഭവം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഫളുൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ മകൻ ഫളുൽ
റസൂലുള്ളാഹിൻ്റെ കൂടെ റസൂലുള്ളാഹിൻ്റെ വാഹനത്തിൻ്റെ പിറകിലിരുന്ന് യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഹഷാം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകൻ്റെ അടുത്ത് ഒരു ഫത്വ ചോദിക്കാൻ, ദീനീ വിഷയത്തിൽ ഒരു കാര്യം ചോദിച്ചറിയുവാൻ വേണ്ടി വരികയുണ്ടായി. അപ്പം ബാക്കിലിരിക്കുന്ന ഫളിൽ അവളെ നോക്കുകയും അവൾ ഫളിലിനെ നോക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാം. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്രിഫു വജ്ഹൽ ഫളിൽ ഇലൽ ഷിക്കിൽ ആഖർ. അപ്പോൾ റസൂലുള്ളാഹി ഇത് കാണുകയും ഫളിലിൻ്റെ തല സ്ത്രീ ഇരിക്കുന്ന ഭാഗത്തല്ലാത്ത മറ്റേ ഭാഗത്തിലേക്ക് തിരിച്ചു കളയുകയും ചെയ്തു എന്നാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് യാദൃശികമായിട്ട് നമ്മൾ നടന്നു പോവുകയോ അല്ലെങ്കിൽ മറ്റ് അവസരങ്ങളിലോ യാദൃശികമായി അന്യ സ്ത്രീകളെ കണ്ടുപോവാറുണ്ട്. ആ യാദൃശികമായിട്ടുള്ള കാഴ്ച, ഫസ്റ്റിലെ കാഴ്ച അത് കണ്ടുപോകുന്നത് അത് പ്രകൃതിമതമായിട്ടുള്ള ഇസ്ലാം നിരോധിക്കുന്നില്ല. കാരണം അത് കണ്ടുപോകുന്നതാണ് അല്ലേ. എന്നാൽ വീണ്ടും അത് അവിടെ തന്നെ തിരിഞ്ഞു നോക്കുക എന്നുള്ളത് ദുരുദ്ദേശപരമാണ്. അത് ഇസ്ലാം നിരോധിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാ അലി ലാ തുത്ബി നളറത്തൻ നളറ, നീ നോക്കിയതിൻ്റെ പിറകെ വീണ്ടും തുറിച്ചു നോക്കുന്ന ദുരുദ്ദേശമുള്ള നോട്ടം നീ പിൻവലിക്കണം. ഫൈനലക്കൽ ഊലാഫ്, പ്രഥമദൃഷ്ടിയുള്ള നോട്ടം അത് സ്വാഭാവികമാണ്, സംഭവിച്ചു പോകും. വലൈസലക്കൽ ആഖിറ, വീണ്ടും ദുരുദ്ദേശത്തോടു കൂടിയുള്ള നോട്ടം അത് നിനക്ക് അനുവദനീയമല്ല. അത്തരം നോട്ടം തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അത് ദുഷ്ടചിന്തകളെ, മനുഷ്യൻ്റെ മനസ്സിലെ മൃദുല വികാരങ്ങളെ അത് തൊട്ടുണർത്തുന്നു. അത് പരസ്പര ദർശനം കഴിഞ്ഞ് പരസ്പര സമാഗമത്തിലേക്കും മറ്റും നീങ്ങാൻ സാധ്യതയുണ്ട് അല്ലേ. പരസ്പര സമാഗമത്തിലേക്കും പിന്നെ വ്യഭിചാരത്തിലേക്കും ഒക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ആ ഒരു ചിന്ത. പ്രഥമദൃഷ്ടിയാലുണ്ടാകുന്ന നോട്ടത്തിൻ്റെ പുറമെ രണ്ടാമതും മൂന്നാമതും നോക്കുകയും അതേമാതിരി ഫോൺ നമ്പർ കൈമാറുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് പൈശാചികമാണ്. ഇന്നൻ നളറ സഹ്മു മിൻ സിഹാം ഇബ്ലീസ്, പൈശാചികമായ തോന്നലുടെ അടിസ്ഥാനത്തിലാണ്, പൈശാചിൻ എന്നൊരു അമ്പാണ് ദർശനം എന്നുള്ളത്. അത് എന്നെ ഭയപ്പെട്ടുകൊണ്ട് ആരുപേക്ഷിക്കുന്നുവോ അവൻ്റെ മനസ്സിൽ വിശ്വാസം കൂടുകയും വിശ്വാസത്തിൻ്റെ മാധുര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഹദീസിൽ പറയുന്നത്. അപ്പം നേരെ ചൊവ്വെ സ്ത്രീകളെ നേരെ ദർശിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ വീഡിയോയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ സ്ത്രീ രൂപങ്ങളെ നോക്കുന്നതും സ്ത്രീ അശ്ലീലത ദർശിക്കുന്നതും ഒക്കെ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമായിട്ടാണ് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം ഹല്ലഹു മിനസ്സിന, മനുഷ്യപുത്രന് അവൻ്റെ വ്യഭിചാരത്തിൽ നിന്നുള്ള ഒരു ഭാഗം, ഒരംശം അവൻ ചെയ്യുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ. അതെന്താണ്? ഫസിനൽ ഐനു അൻ നളർ, കണ്ണിൻ്റെ വ്യഭിചാരത്തിൻ്റെ അംശം എന്ന് പറഞ്ഞത് അത് നോട്ടമാണ്, ദുരുദ്ദേശത്തോടെയും സ്വോദ്ദേശത്തോടെയും കൂടെയുള്ള നോട്ടം. വസിനൽ ലിസാനു അൽ മന്തിഖ്, നോട്ടം കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമ്പറുകൾ കൈമാറുകയും എന്നിട്ട് ഫോണിലൂടെയും മറ്റുമുള്ള സംസാരങ്ങളാണ്. ആ സംസാരം നാവിൻ്റെ വ്യഭിചാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നീടുണ്ടാവുക എന്താണ്? വൻ നഫ്സു തമന്നി വതസ്തഹി, രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുകയാണ്, അങ്ങനെ പരസ്പര ആഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്. വൽഫർജി യുസദ്ദിഖു ദാലിക വയുകദ്ദിബുഹു, ചിലപ്പോൾ അത് ലൈംഗിക ബന്ധത്തിലേക്ക് എത്തിച്ചേരും, ചിലപ്പോൾ എത്തിച്ചേരാതിരിക്കുകയും ചെയ്യും. ഇതാണ്. അതുകൊണ്ട് ഈ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന ദർശനത്തെ നിയന്ത്രിക്കണം സത്യവിശ്വാസികൾ എന്നാണ്. അതുപോലെ തന്നെ വഴിക്കവളികളിലും അങ്ങാടികളിലും പീഡികക്കൊലായിലും ഇരുന്ന് വഴി നടന്നു പോകുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുകയും പൂവാല ശല്യമുണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വഴിക്കവലകളിൽ ഇരിക്കുന്നത് സൂക്ഷിക്കണം കേട്ടോ. അത് പറഞ്ഞപ്പോൾ സാഹിബ് ചോദിച്ചു, പ്രവാചകരെ ഞങ്ങൾക്ക് ചിലപ്പോൾ അവിടെ ഇരിക്കേണ്ടി വരും, ഒരു ഉല്ലാസത്തിനും സുഹൃത്തുക്കൾ തമ്മിൽ കൂടിയെന്ന് സംസാരിക്കാനും ഒക്കെ ചിലപ്പോൾ കവലകളിൽ ഇരിക്കേണ്ടി വരും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ ഫഅഅതു തരീക ഹഖഹു, ആ വഴിക്കുള്ള അവകാശം നിങ്ങൾ നൽകണം. അപ്പോൾ അവർ സഹാബികൾ ചോദിച്ചു, എന്താണ് പ്രവാചകരെ വഴിക്കുള്ള അവകാശം? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഹഖു തരീഖ് എന്ന് പറഞ്ഞാൽ ഗള്ളുൽ ബസർ വകഫുൽ അദാ വറദ്ദുസ് സലാം വൽ അംറു വൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. നിങ്ങളങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഗള്ളുൽ ബസർ,
അന്യ സ്ത്രീകൾ പോകുമ്പോൾ നിങ്ങൾ അവരെ സ്വോദ്ദേശത്തോടു കൂടിയുള്ള നോട്ടം പാടില്ല. വഖഫുല്ലത, കുറേ ആൾ കൂടിയിരിക്കുമ്പോൾ പരസ്പരം ഒരു ഗ്യാങ് ആവുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും കളിയാക്കാനും ഒക്കെ സദസ്സ് അത് ഉപയോഗപ്പെടുത്തും, അത് പാടില്ല. വറദ്ദുസ്സലാം, നിങ്ങൾ പോകുമ്പോൾ ആരെങ്കിലും സലാം പറഞ്ഞാൽ നിങ്ങൾ സലാം അടക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്നാണ്. ഇന്ന് നമുക്കറിയാം പരസ്പര അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പരസ്പര ദർശനം അതിൻ്റെ പാരമ്യതയിൽ എത്തിച്ചെത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കത് ചിലപ്പോൾ കാണാതിരിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങിയാൽ നമ്മൾ കാണുന്ന ചുമർ പരസ്യങ്ങളിൽ മുഴുവനും സ്ത്രീകളെ വെച്ചുള്ള പരസ്യങ്ങളാണ്. പത്രം വായിച്ചാൽ അതിലും സ്ത്രീയെ വെച്ചുള്ള പരസ്യങ്ങളാണ്. TV, ഇൻ്റർനെറ്റിലൊക്കെ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പോർട്സ് കാണുന്ന ആളുകൾ, സ്ത്രീകളുടെ സ്പോർട്സാണ് ചില ആളുകൾ കാണാൻ ഇഷ്ടം. കാരണം സ്പോർട്സ് അല്ല അവിടെ ആസ്വദിക്കുന്നത്, സ്ത്രീകളുടെ മേനിയാണ് അവർ ആസ്വദിക്കുന്നത് പലപ്പോഴും എന്നാണ്. അതുപോലെ തന്നെ അശ്ലീല സൈറ്റുകൾ, ഇൻ്റർനെറ്റിൽ അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ പകുതിയോളം പേര് ഈ പോൺ സൈറ്റുകൾക്ക് അടിമകളാണ് എന്നാണ് പഠന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ചില സൈറ്റുകൾ നിരോധിക്കണമെന്നുള്ള ഉത്തരവിറക്കിയപ്പോൾ അതിൻ്റെ ഇതിൽ ഭയങ്കരമായ പ്രതിഷേധമാണ് അലയടിച്ചത്. ഇപ്പോൾ ജനങ്ങളിൽ ഇത് ചെലുത്തുന്ന സ്വാധീനമാണ്. ഇസ്ലാമിലെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സ്വതന്ത്രമായി ഇത്തരം ദർശനങ്ങളും മനുഷ്യൻ നടത്തുമ്പോൾ ആ ദർശനങ്ങളും ഇടപെടലുകളുമാണ് എല്ലാ അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെയും വിവാഹേതര ബന്ധത്തിൻ്റെയും തുടക്കം. ഒളിച്ചോടാനും ഭർത്താവിനെ വഞ്ചിക്കുവാനും ഭർത്താവിനെ കൊല്ലാൻ വരെ കൊട്ടേഷൻ കൊടുത്ത ഭാര്യമാർ കൊട്ടേഷൻ കൊടുത്ത വാർത്തകൾ നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ്, അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ് ഇസ്ലാം ഇവിടെ നമ്മെ നിർദ്ദേശിച്ചു തരുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുരുഷൻ സ്ത്രീയെ ദർശിക്കുന്നത് പോലെ തന്നെയാണ് സ്ത്രീ പുരുഷനെ അങ്ങോട്ട് ദർശിക്കുന്നതും എന്നുള്ളത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാം ഉദ്ദേശിക്കുന്ന ലൈംഗിക സദാചാരം നിലവിൽ വരുവാൻ സ്ത്രീ പുരുഷനെ നോക്കുന്നതും നിയന്ത്രിക്കേണ്ടതുണ്ട്. 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 31-ാം വചനത്തിൽ അള്ളാഹു അത് കൃത്യമായി പറയുന്നുണ്ട്, സംശയത്തിന് ഇടമില്ലാത്ത വിധം. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, പ്രവാചകരെ താങ്കൾ പറയണം, ലിൽ മുഅ്മിനാത്തി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് താങ്കൾ പറയണം. എന്താണ് പറയേണ്ടത്? യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന, അവരും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തിക്കൊള്ളട്ടെ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ, സൂക്ഷിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ഹറാമായ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കാൻ പാടില്ല. രണ്ട് സ്ഥലത്തും നേരത്തെ പറഞ്ഞ 30-ാമത്തെ ആയത്തിലും 31-ാമത്തെ ആയത്തിലും കണ്ണുകൾ താഴ്ത്തണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് വയഹ്ഫദ്ന ഫുറൂജഹുന്ന, ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഈ ദൃഷ്ടികൾ അനിയന്ത്രിതമായി ഉപയോഗിക്കുമ്പോൾ അത് ലൈംഗിക വൃത്തിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് തെളിവായിട്ട് മുഫസ്സിരീങ്ങൾ പറയാണ്. അപ്പോൾ സ്ത്രീകൾ അന്യപുരുഷന്മാരെ നോക്കാൻ പാടില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരു സംഭവം ഉണ്ടായി. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബിൻ്റെ ഭാര്യമാരായ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയും മൈമൂന റളിയല്ലാഹു അൻഹയും പ്രവാചകൻ്റെ വീട്ടിൽ അവരിയ്ക്കുന്ന സന്ദർഭത്തിൽ അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം പ്രവാചകനിൽ നിന്ന് ദീനീ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ആ വീടിനെ ലക്ഷ്യമാക്കി വരുന്നത് അവർ കണ്ടു. അദ്ദേഹം അന്ധനാണ്, വടിയും കുത്തിപ്പിടിച്ച് മെല്ലെ മെല്ലെ വരികയാണ്. അപ്പോൾ പ്രവാചകൻ തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾ ഹിജാബ് അണിഞ്ഞ് നിങ്ങൾ അകത്തേക്ക് പോകണം, നിങ്ങൾ ഹിജാബ് അണിയണം, അകത്തേക്ക് പോകണമെന്ന് പറയുകയുണ്ടായി. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമുള്ള സംഭവമാണിത്. അപ്പോൾ അവർ ചോദിച്ചു, അദ്ദേഹം അന്ധനല്ലേ, അദ്ദേഹം ഞങ്ങളെ കാണുകയില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ഹിജാബിൽ പോകുന്നത്, ഹിജാബ് അണിയുന്നത് എന്ന് ചോദിച്ചപ്പം പ്രവാചകൻ ചോദിച്ചു, അഫ അംയാവാനി അൻതുമ ലസ്തുമാ തുബ്സിറാനി, നിങ്ങൾ അന്ധരാണോ, നിങ്ങൾ അദ്ദേഹത്തെ കാണുകയില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി എന്നാണ്. അപ്പോൾ അങ്ങോട്ട് സ്ത്രീകൾ പുരുഷനെ ദർശിക്കുന്നതും ഇത് നിയന്ത്രണം വേണം എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നേരിട്ടല്ലാതെ മറ്റ് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയോ അല്ലെങ്കിൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെയോ ഒക്കെ തന്നെ
സ്ത്രീ നഗ്നത ആസ്വദിക്കുന്നതും സ്ത്രീ മീനി ആസ്വദിക്കുന്നതുമൊക്കെ ഇസ്ലാം ഇതുപോലെ തന്നെ നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ മൃദുല വികാരങ്ങളെ തൊട്ടുനിർത്തി അവനെ മൃഗതുല്യനാക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇസ്ലാം നിരോധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള സോഷ്യൽ മീഡിയയുടെ പരസ്പരം കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ട് ഒളിച്ചോടുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് സാർവത്രികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഭവമായി, ഒരു തെറ്റല്ലാത്തൊരു കാര്യമായിട്ട് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ വളരെ പ്രസക്തമാവുകയാണ്. അതിന് ഊന്നൽ കൊടുത്ത് ആളുകളിൽ അത് പ്രചരിപ്പിക്കേണ്ടത് അനിവാര്യമായി തീരുകയാണ്. വിശുദ്ധ ഇസ്ലാമിൽ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ദർശിക്കാൻ അനുവദിക്കുന്നത് 2 അവസരങ്ങളിലാണ്. ഒന്ന്, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ ഒരു അന്യപുരുഷന് കാണാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട്. മറ്റൊന്ന്, അവിചാരിതമായി പ്രഥമദൃഷ്ട്യാ പെട്ടെന്ന് കണ്ടുപോകുന്ന കാഴ്ചയാണ്, ഒരൊറ്റ കാഴ്ച, പിന്നീട് അവൻ വീണ്ടും നോക്കാൻ പാടില്ല. ഇങ്ങനെ 2 അവസരങ്ങളാണ്. ഇതല്ലാതെ ഒരു അന്യസ്ത്രീയെ നേരിട്ടോ സോഷ്യൽ മീഡിയയിലൂടെയോ ദർശിക്കുന്നത് ഇസ്ലാം കർശനമായി വിരോധിക്കുകയാണ്. പരസ്ത്രീ ദർശനവും ഇടകലർന്ന് ജീവിക്കലുമൊക്കെ സാർവത്രികമായ ഇന്നത്തെ കാലത്ത് ഇസ്ലാമിൻ്റെ നിർദ്ദേശം പ്രാവർത്തികമാക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു കാലഘട്ടം. തഖ്വയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. സദാസമയവും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിരീക്ഷണ ക്യാമറ നമ്മെ പിന്തുടരുന്നുണ്ട് എന്ന് ബോധമുള്ളവർക്ക് മാത്രമേ ഈ നിർദ്ദേശം പിന്തുടരുവാൻ കഴിയുകയുള്ളൂ. യഅലമു ഖായിനതൽ അയ്നി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണിൻ്റെ കട്ടുനോട്ടത്തെ അള്ളാഹു അറിയുന്നുണ്ട്. വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ മറച്ചു വെക്കുന്ന വികാരങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. ആരും കാണാതെ തങ്ങളുടെ മൊബൈൽ ഫോണുമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവൻ കാണുന്ന അശ്ലീലതകൾ അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഒമാ തുഖ്ഫിസ് സുദൂർ, ഒരു അന്യസ്ത്രീയെ കാണുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളും വിചാരങ്ങളും ഒക്കെ അള്ളാഹു അറിയുന്നു എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. കാഴ്ചശക്തി എന്നുള്ളത് അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. ചെറിയൊരു കണ്ണുകൊണ്ട് വിശാലമായ പ്രപഞ്ചത്തിൻ്റെ വലിയ വലിയ കാഴ്ചകൾ നമ്മൾ കാണുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ സുന്ദരമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയാത്ത ഒരുപാട് ജനങ്ങളിവിടെ ഉണ്ട്. അന്ധനായവർ, ജന്മനാ അന്ധനായവർ, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷം അന്ധനായിപ്പോയ ആളുകൾ. അവർക്ക് ഈ ലോകത്തിലെ സുന്ദരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അവർക്ക് നട്ടപ്പാതിര നേരത്തും നട്ടുച്ച നേരത്തും അവർക്ക് അവരുടെ കണ്ണിൽ ഇരുട്ടാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ കാഴ്ചശക്തി എപ്പോഴും നഷ്ടപ്പെടാം. നമുക്കും പ്രമേഹം പോലെ രോഗങ്ങൾ ബാധിച്ച് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. ഇന്ന സമ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങളും അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു നിങ്ങളോട് ചോദിക്കുന്നതാണ് എന്ന് സൂറത്ത് ഇസ്രായേൽ 36-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയാണ്. നല്ലതും ചീത്തയുമായ ഏതൊരു കാര്യവും കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടും ഹൃദയം കൊണ്ട് ചിന്തിച്ചുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നാം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച്, നാം എങ്ങനെയാണ് അത് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് അള്ളാഹു നമ്മോട്, കണ്ണ്, കാത്, അതുപോലെ തന്നെ ചിന്തകൾ എങ്ങനെയാണ് ഉപയോഗിച്ച് എന്നതിനെക്കുറിച്ച് അള്ളാഹു നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. പരലോകത്ത് വെച്ച് പരസ്യമായി അള്ളാഹു വിചാരണ നടത്തും. അന്ന് നമ്മുടെ ശരീരാവയവങ്ങൾ നമ്മൾക്കെതിരിൽ സാക്ഷി പറയുന്ന യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവരുടെ കാതുകളും അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളുമൊക്കെ അവർ പ്രവർത്തിച്ചതിന് എതിരായിട്ട് അന്ന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ഞങ്ങളിൻ്റെ തെറ്റ് ചെയ്യാൻ വേണ്ടി പരസ്പരം കണ്ടിരുന്നു, പരസ്പരം സംസാരിച്ചിരുന്നു, കാലുകൊണ്ട് നടന്നു പോയിരുന്നു, കൈകൊണ്ട് പിടിച്ചിരുന്നു എന്നൊക്കെ നമ്മുടെ ശരീരാവയവങ്ങൾ നമുക്കതിൽ സാക്ഷി പറയും എന്നുള്ള ചിന്തയും ബോധവുമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം സദാചാര നിഷ്ഠയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാദ്യമായി ആ ചിന്തയും ബോധവും നമ്മുടെ മക്കൾക്ക്
ടീനേജിൽ നമ്മളെ മക്കൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം എന്നാണ്. ഇങ്ങനെയുള്ളൊരു വിചാരണയെ നേരിടാൻ നമ്മൾ തയ്യാറാവണം, അല്ലേ? അതിനെ ഭയപ്പെടുന്നവർ തൻ്റെ കണ്ണ് കാത് ഒക്കെ സൂക്ഷിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളും തെറ്റുകളും പടച്ചതമ്പുരാൻ നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. റബ്ബ് തആല അവർക്ക് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങി എല്ലാ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ولذكر الله أكبر والله يعلم ما تصنعون.